ഹായ്, നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കളർഫുൾ ബട്ടൺ അല്ലെങ്കിൽ തുണി കൊണ്ടുള്ള ബട്ടൺ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സാധാരണ 2 സൈസ് ബട്ടണാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ആ ഒരു ബട്ടൻ്റെ സൈസിൻ്റെ ഏകദേശം ഇരട്ടി സൈസിലുള്ള ഒരു തുണി നമ്മൾ മുറിച്ചെടുക്കണം. എന്നിട്ടത് ഈ ബട്ടണിന് ചുറ്റും നന്നായി പൊതിഞ്ഞ് വെക്കണം. കോട്ടണും സിൽക്കും ഒക്കെ ആണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നമുക്കത് ചെയ്യാം. ഇതുപോലെ ചുറ്റി നന്നായി അകത്തേക്ക് വെക്കണം. അറ്റമൊക്കെ നന്നായി ഷേപ്പിലിരിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഹോളുള്ള ബട്ടൺ പാർട്ട് വെച്ച് അമക്കി വയ്ക്കണം. നമ്മൾ ഈ മെഷീനിൻ്റെ പാർട്സാണിത്. അതിലാദ്യം സ്ക്രൂ വെച്ച് പിന്നെ സ്പ്രിങ് വെച്ച് അതിൻ്റെ മുകളിൽ ബട്ടൺ വയ്ക്കാനുള്ള ഇത് വെച്ചിട്ട് ബട്ടൺ വയ്ക്കണം. പിന്നീട് ഇത് ആ ബട്ടൻ്റെ ഷേപ്പുള്ളത് താഴെ വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് ബട്ടൻ്റെ മുകളിലേക്ക് അത് ചുമ്മാ വെച്ചാൽ മതി. എന്നിട്ട് നമ്മളതൊന്ന് പിടിച്ചു കൊടുക്കണം. പിടിച്ചു കൊടുത്തിട്ട് മേളിലുള്ള ചുറ്റിക പോലെയുള്ളത് ഒരു 2-3 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ആ ബട്ടൺ നല്ല ശക്തിയായിട്ട് അടിക്കണം. ബട്ടൺ നന്നായി പ്രസ്സായി വിട്ടുപോകാത്ത വിധത്തിൽ നമുക്ക് കിട്ടും. ഇത് ചുരിദാറിലൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ചെറിയ ബട്ടൺ ആണെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി സൈസിൽ വരുന്ന വട്ടത്തിലുള്ള ഒരു തുണി എടുത്ത് നന്നായി കവർ ചെയ്ത് ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് അതിന് വേറെ സ്പ്രിങ് സൈസ് വ്യത്യാസമുണ്ട് അതിൻ്റെ. അത് ഇതുപോലെ തന്നെ ചെറിയ സ്പ്രിങ് എല്ലാം വെച്ച് ബട്ടൺ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിന് ഇതുപോലെ പരന്ന ഭാഗമുണ്ട്, ബട്ടൻ്റെ ഷേപ്പുള്ള ഭാഗമുണ്ട്. അത് വരുന്ന പോലെ വെച്ച് ബട്ടണ് മുകളിൽ വെച്ച് ഇതുപോലെ തന്നെ 2-3 പ്രാവശ്യം നല്ല ശക്തിയായിട്ട് അടിക്കണം. അത് നന്നായിട്ട് അമങ്ങി വിട്ടുപോകാത്ത വിധത്തിൽ ഇത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉണ്ടാക്കാം. ചുരിദാറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ബോട്ടം തുണിയൊക്കെ വെച്ച് ടോപ്പിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. താങ്ക് യു.